കാര്യങ്ങൾ പറയുമ്പോൾ അംഗീകരിക്കാൻ പറ്റാത്തതായിട്ടുള്ള കുറെ കാര്യങ്ങൾ. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അടിപൊളിയാണ്. ഞാൻ ഓരോരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി മുന്നോട്ട് പോകണം. കല്യാണം ഉണ്ടോ? വേറെ പണിയൊന്നുമില്ല, പക്ഷേ സമാധാനത്തിൽ സഹിക്കണില്ല. ഇപ്പൊ ബിഗ് ബോസിനകത്ത് നിന്നിപ്പോ റസ്മിനൊക്കെ ഒരുപാട് നെഗറ്റീവ് പുറത്ത് കമന്റുകളൊക്കെ വന്ന് ഭയങ്കര ഈ ഹേറ്റേഴ്സ് ഒക്കെ കൂടിയ ഒരാളാണ് രശ്മിൻ. അതുകൊണ്ടാണ് പുറത്തായത്. അല്ല അങ്ങനെ ആയത്, പക്ഷെ അത് ഇപ്പൊ തരണം ചെയ്തു. ഇപ്പൊ പുറത്തിറങ്ങി രശ്മിൻ എന്താണെന്നും രശ്മിനെ എങ്ങനെയാണെന്നും ഒക്കെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. രശ്മിന്റെ അതായിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ആൾക്കാർ. അപ്പൊ ഇപ്പത്തെ അപ്രോച്ച് എങ്ങനെയാണ് ആൾക്കാർക്ക് രശ്മിനോടുള്ള? നിങ്ങൾ ഈ പറയുന്ന നെഗറ്റീവ് കമന്റ്സ് കമന്റ് ബോക്സിൽ മാത്രമേ ഉള്ളൂ. ഒരാളും നേരിട്ട് വന്ന് നമ്മളടുത്ത് നെഗറ്റീവ് പറയുന്നില്ല. പിന്നെ പൊതുവെ നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിൽ ഇപ്പോൾ പെൺകുട്ടി അല്ലെങ്കിൽ ഒരു പെണ്ണ് ഒച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒച്ചെടുത്ത് കഴിയുമ്പോൾ അവൾ അഹങ്കാരിയും അല്ലെങ്കിൽ അവൾ തഞ്ചേരിയും. അപ്പോൾ ഒരു പുരുഷനെതിരെ തല ഉയർത്തി സംസാരിച്ചാൽ, എതിരെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും പെൺകുട്ടികൾക്ക് ആ ഒരു എന്താ പറയുക ഭയങ്കരമായിട്ട് താഴ്ത്തി കെട്ടുന്നൊരു സ്വഭാവമാണ് പൊതുവേ ഉള്ളത്. അപ്പോൾ അതിൽ എനിക്കൊന്നും കുഴപ്പമില്ല. കാരണം നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ലോകം അങ്ങനെയാണ്. അത് ഇനി എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും അതൊന്നും മാറാൻ പോകുന്നില്ല. അപ്പോൾ എനിക്ക് അതിലോടൊന്നും ഒരു കാര്യമില്ല. ഞാൻ അവിടെ ചെയ്തതിൽ പറഞ്ഞതിലൊന്നും എനിക്ക് അത്ര വലിയ കുഴപ്പങ്ങളൊന്നും തോന്നുന്നില്ല. പിന്നെ അതൊരു റിയാലിറ്റി ഷോ മാത്രമാണ്, അതൊരു ഗെയിം ഷോ ആണ്. അപ്പോൾ അതിനൊരു ഗെയിം ഷോ ആയിട്ട് മാത്രം കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. അതിനകത്താ പറഞ്ഞത് അകത്തേക്കാളും ഏറ്റവും കൂടുതൽ ഗെയിം നടന്നത് പുറത്താണ്. നമ്മൾ അവിടെ ഉള്ള ആൾക്കാരെ വെച്ചിട്ട് പുറമേ ഉള്ള ആൾക്കാർ ഭയങ്കരമായിട്ട് മുതലെടുക്കുന്ന പോലെ എനിക്ക് പലപ്പോഴും തോന്നി ഇറങ്ങി കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊരു റിയാലിറ്റി ഷോ ആയിട്ട് എല്ലാവരും കാണാം, അത്രേ ഉള്ളൂ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ജാസ്മിന് ഭയങ്കര നെഗറ്റീവായിരുന്നു ബിഗ് ബോസിന്റെ അകത്ത്. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ പല ആൾക്കാരും പറയുന്നത് ജാസ്മിൻ എന്നൊരു ആള് ഇത്തരം കുറേ കാര്യങ്ങൾ സഹിച്ചിട്ടും ഇതൊക്കെ ആയിട്ടാണ് ആ ഗെയിമിൽ മുൻപോട്ട് പോയത്. അപ്പോൾ ജാസ്മിൻ കുറച്ച് നല്ല രീതിയിൽ ഇപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരി എന്നുള്ള രീതിയിൽ ജാസ്മിനെ ഒക്കെ എങ്ങനെയാണ് കാണുന്നത്? ജാസ്മിൻ അതിൻ്റെ അകത്തും ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പുറത്തും ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ പോലെ തന്നെ വരുന്ന വേറൊരു കാറ്റഗറിയാണ് ജാസ്മിൻ. ജാസ്മിൻ ഇതേപോലെ എടുത്ത് സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്സ് തന്നെ. പിന്നെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി അവളാണ്. 23 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇത്രയും സോഷ്യൽ ബുള്ളിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ അകത്തും അവൾ നേരിട്ടൊരു ചില്ലറൊന്നുമല്ല. കാരണം പുറത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് അകത്തുള്ളവർക്ക് അറിഞ്ഞ് കയറിയ കുറേ ആൾക്കാരുണ്ട്. അതനുസരിച്ച് ബാക്കിയുള്ളവരും കൂടി ബിഹേവ് ചെയ്തിട്ടും അവള് ടോപ്പ് 3-ലെത്താന്നൊക്കെ പറഞ്ഞാൽ ക്രേസി. ഈ ജിൻഡോയുടെ ഒരു വർക്ക് ഭയങ്കര രീതിയിൽ നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിൻഡോ പുറത്തിറങ്ങിയപ്പോഴും മാധ്യമപ്രവർത്തകരായിട്ട് പ്രതികരിക്കുന്നില്ല. ഇപ്പോൾ ഏതൊരു ബിഗ് ബോസ് എടുത്തായിക്കോട്ടെ, വിന്നർ ആയിക്കോട്ടെ, കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ, നമ്മൾ ഓൺലൈൻ മീഡിയക്കാരായാലും ചോദിക്കുമ്പോൾ മറുപടി തരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ജിൻഡോ അത് തരാറുണ്ടായില്ല. ജിൻഡോ ഒരു പൈസ കൊടുത്തിട്ട് മാത്രം ഒരു മീഡിയക്ക് ബൈറ്റ് കൊടുക്കുള്ളൂ എന്നുള്ളൊരു ബൈറ്റ് അങ്ങനെയുള്ള സംസാരങ്ങൾ വരുന്നു. അപ്പോൾ അത് കാശിന് വേണ്ടി മാത്രമാണ് ജിൻഡോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തോന്നുന്നുണ്ടോ? അങ്ങനെ എനിക്കറിയില്ല. ജിൻഡോ ബ്രോക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നു, കപ്പടിക്കണം. അത് ജിൻഡോ ബ്രോ നേടിയെടുത്തു. അത് പുള്ളിയുടെ മിടുക്കാം. കപ്പടിക്കുക എന്ന് പറഞ്ഞതായിരുന്നു ആ പുള്ളിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അത് പുള്ളി ചെയ്തു. പിന്നെ നമ്മൾ അതിൻ്റെ അകത്തും നമ്മൾ ജിൻഡോ ബ്രോ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അംഗീകരിക്കാൻ പറ്റാത്തതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് പുള്ളിയുടെ ഒരു രീതിയാണ്. ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് പുള്ളി നിങ്ങൾ പറയുന്ന പോലെയൊക്കെ ചെയ്യണം, നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ നടക്കാത്ത കാര്യമായിട്ട് പുള്ളിക്ക് പുള്ളിയുടേതായ രീതിയും കാര്യങ്ങളുണ്ട്. പിന്നെ PR ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ. പിന്നെ അത് പുള്ളിയും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് PR ഉണ്ട്. PR ഉള്ളതുകൊണ്ടല്ലേ അത്രയും നല്ല രീതിയിൽ പുള്ളി ഇത്രയും സപ്പോർട്ടോട് കൂടി പുള്ളി നിൽക്കുന്നത്. പക്ഷേ പുള്ളിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അമ്മമാരും അതുപോലെ പുറത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പുള്ളിയുടെ കുറേ കോമഡി ആയിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, ഇന്നസെൻ്റ് ആയിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അതൊക്കെ പുറത്ത് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ നമ്മളൊരു ചിരിക്കും. പക്ഷെ അതിൻ്റെ അകത്ത് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് എൻറ്റയർലി ഡിഫറെന്റ് ലോകമാണ്. അകത്തും പുറത്തും വേറെ ലോകമാണ്. അതുകൊണ്ടാണ് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറ്. അല്ല, ഇപ്പൊ തൊപ്പിയുടെ വീഡിയോയിലൊക്കെ വരുമ്പോ മറ്റേ കുറെ കാട്ടിക്കുട്ടലുകൾ കാണാറുണ്ട്. ഇപ്പൊ ജിൻഡോയുടെ നിങ്ങൾക്ക് ജിൻഡോയുടെ ഇന്നസെന്റ് ആയിട്ട് തോന്നുന്നില്ല? കമന്റ് വരുന്നു. അപ്പൊ ഇപ്പൊ തോന്നുന്നു റസ്മിനൊക്കെ പറയുന്നത്, ഞാനിപ്പോ സമാധാനപരമായി ഇപ്പൊ തോന്നുന്നു റസ്മിൻ പറയുന്നത് ഒരു ശരിയായിരുന്നു നമ്മൾ തോന്നല് വരുന്നുണ്ടോ? ഇപ്പൊ മറ്റേ തൊപ്പിയുടെ വീഡിയോയിലൊക്കെ വന്ന് ജിൻഡോ കാണിച്ചു. നിങ്ങൾ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. പക്ഷെ അതിൻ്റെ അകത്ത് ഞങ്ങൾ കുറച്ച് പേര് പ്രതികരിച്ചു. ഇപ്പൊ ജിൻഡോക്കെതിരെ നിന്നത് ഞങ്ങളവിടെ അത്രയും സത്യസന്ധമായിട്ട് ജെന്യൂനായിട്ട് നിന്നിട്ടാണ്. അത് ജിൻഡോക്കെതിരെ മാത്രമല്ല, ഇവൻ ജാസ്മിൻ എന്തെങ്കിലും കാര്യം കാണിച്ചാൽ, അല്ലെങ്കിൽ നോറ, ഇവൻ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എല്ലാവരും പ്രതികരിക്കുന്നുണ്ട്. അത് ജെന്യൂനായിട്ട് നിൽക്കുന്ന ഒരുപാട് പേര് പറയുന്ന കുറേ കാര്യങ്ങളാണ്.
പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ എനിക്കറിയില്ല അത് എങ്ങനെയാണ് അത് നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കണമെന്നൊന്നും അറിയില്ല. കാരണം എൻറ്റയർലി ഡിഫറെൻറ്റ് ലോക്കാണ് രണ്ടും. അവിടെ നിൽക്കുമ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുമ്പോൾ അതാണ് റിയാലിറ്റി. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവിടെയാണ് റിയാലിറ്റി. ശരിക്കും പറഞ്ഞാൽ ഈ വിജയ് എന്ന് പറയുന്നത് മണ്ടനായിട്ടുള്ള വിജയാണോ ശരിക്കും ഉദ്ദേശിക്കുന്നത് ബിഗ് ബോസ്? ഓക്കെ ബ്രോ, നിങ്ങൾ എന്നെ നടക്കൂല, എന്നെ ഒന്നും കിട്ടൂല. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് വിന്നർ എന്ന് അല്ല, പറയുന്നത് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് വിന്നർ ആവേണ്ടത് ജാസ്മിൻ ജാഫറാണ്. അതില് ഒരു സംശയമില്ല. എല്ലാ ജനങ്ങളുടെ മനസ്സിലും വിന്നർ വണ്ണാനുള്ള ജാസ്മിൻ ജാഫർ. അത്രേ ഉള്ളൂ, എനിക്ക് അത്ര വേണം. താങ്ക് യു, മതി.